ഹായ്, SP അരുളിലാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീയുടെ വയറിനുള്ളിൽ ചെറിയൊരു മൊസ്കിറ്റോ എന്ന് പറയുന്ന കത്രിക പോലത്തെ ഉപകരണം, ചെറിയ ഉപകരണം, അത് കുടുങ്ങിയതാണല്ലോ ഏറ്റവും വലിയ വാർത്തയായി ചർച്ച ചെയ്യപ്പെടുന്നത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു യാഥാർത്ഥ്യം കേരളത്തിലെ മാപ്രകൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു മാധ്യമ മുതലാളി പറഞ്ഞത് ഈ നാട് കേൾക്കേണ്ടിയിരിക്കുന്നു. റിപ്പോർട്ടർ ചാനലിലെ ആൻഡ്രു അഗസ്റ്റിൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ, അത് ഡോക്ടർമാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് പറഞ്ഞ കാര്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖല തകർന്നു, സിസ്റ്റം തകർന്നു, ആരോഗ്യമന്ത്രി മോശം, അതായത് വീണ ജോർജ് എന്ന മാധ്യമപ്രവർത്തക ആരോഗ്യമന്ത്രി ആയതിൻ്റെ പേരിൽ മാപ്രകൾക്കെല്ലാം കൂടി അസൂയ മൂത്ത് അവരെ ടാർഗറ്റ് ചെയ്യുന്നത് ഈ നാട്ടിലെ ആരോഗ്യ മേഖലയുമായി എന്ത് പ്രശ്നം വന്നാലും ആരോഗ്യമന്ത്രിയുടെ കുറ്റമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സർജറി ചെയ്തത് ആരോഗ്യമന്ത്രിയാണോ അല്ലെങ്കിൽ പിണറായി വിജയനാണോ? അല്ലല്ലോ. ഇനിയിപ്പോൾ ഈ കസേരയിൽ VD സതീശൻ എന്ന കോൺഗ്രസ് നേതാവിനെയോ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഏത് നേതാവിനെയോ ഈ കസേരയിൽ ഇരുത്താം. ഇവർ രണ്ടുപേരും പോയിന്നായിരിക്കും സർജറി ചെയ്യുന്നത്? അല്ലല്ലോ, ഡോക്ടർമാരാണ് ചെയ്യുന്നത്. ഇത്തരം സംഭവങ്ങൾ ഗുരുതരമായ വീഴ്ചയാണ്. പക്ഷെ സംഭവിക്കുക എന്തുകൊണ്ടാണെന്നല്ലേ, നിങ്ങൾ സത്യാവസ്ഥയാണ് മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള, എന്നാൽ ചിലരുണ്ട് ഒട്ടും ഈ പറഞ്ഞില്ലേ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, ഇപ്പോൾ MBBS കിട്ടിയെന്ന് കരുതിക്കൊണ്ട് ഒരാൾ മനുഷ്യനാകില്ലല്ലോ. അവർ വളർന്നു വന്ന സിറ്റുവേഷൻ വെച്ചിട്ട് സാധാരണക്കാരോട് ഒരു നിരാലംബരായിട്ട് പെരുമാറാത്തവരുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും കാശ് മേടിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇന്ന് കരുതിക്കൊണ്ട് ഭൂരിപക്ഷം പേരും അതല്ല. ഈ ചിലർ മതിയല്ലോ ഒരു മേഖലയ്ക്ക് ഇതുപോലത്തെ ഒരു അപവാദം സൃഷ്ടിക്കാൻ. എന്തായാലും ഒരു കാര്യം നമ്മൾ ഡോക്ടർമാരുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കണം. ഇനി ഏത് ആരോഗ്യമന്ത്രി ഈ കസേരയിൽ വന്നിരുന്നാലും സംഭവിക്കാൻ പോകുന്നത് സർജറി നടത്തുന്നത് ആ സിസ്റ്റത്തിന് കീഴിലുള്ള ഡോക്ടർമാരാണ്. ഇതിൽ ഒരു മന്ത്രി കസേരയിൽ ഇരിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് ഏതെങ്കിലും ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഈ വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തിൽ ആവർത്തിക്കാതിരിക്കാനായിട്ട് ചെയ്യാനായിട്ടുള്ള ഇടപെടലിലേ നടത്താൻ പറ്റുള്ളൂ. കാര്യം ഇതൊന്നും അവരുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യത്തിലായതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ വ്യക്തിയുടെ പിഴവിൽ നിന്ന് ഇനിയും സംഭവിക്കാം. പക്ഷെ അതിൻ്റെ പേരിൽ രാഷ്ട്രീയ നേട്ടത്തിന് വ്യക്തികളെ ആക്രമിക്കുന്ന ആ ഒരു ഉടായ്പ രാഷ്ട്രീയ പരിപാടി നിങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും ആൻഡ്രു അഗസ്റ്റിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് കേട്ടെ. അതായത് ഒരു സർജറി നടത്തുമ്പോൾ ഒരു ഡോക്ടർ കടന്നു പോകുന്ന വഴികൾ അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുമ്പോഴായിരിക്കും ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടി ഒന്ന് ചിന്തിക്കാൻ പറ്റുന്നത്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലൊന്നും ഒരു ചികിത്സാ പിഴവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. കാരണം എല്ലാ ആശുപത്രികളിലും അതിൻ്റേതായ ചികിത്സാ പിഴവുകൾ നടക്കുന്നുണ്ട്. ഏത് ചികിത്സാ പിഴവാണ് ജനങ്ങൾ അറിയുന്നത് എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. 99% ആൾക്കാരും പിന്നെ ഈ ആശുപത്രി പോയി ശരിയായില്ല, ഈ ആശുപത്രി പോയി ഓപ്പറേഷൻ ചെയ്തു പ്രശ്നമായി, അടുത്ത ഡോക്ടറെയും അടുത്ത ആശുപത്രിയും സമീപിക്കുക എന്നുള്ളതാണ്. ഇവർ നോർമലി സ്വകാര്യ ആശുപത്രി ആയാലും സർക്കാർ ആശുപത്രിയാണെങ്കിലും ആ സ്ഥലത്ത് അത് ചെയ്ത് വിജയിച്ചില്ലെങ്കിൽ കൈ ഒഴിയുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചു വന്നിരിക്കുന്നത്. അത് നമ്മൾ പറയുമ്പോൾ ഡോക്ടർമാർ ചെയ്യുന്നത് തെറ്റാണോ അല്ലെങ്കിൽ അങ്ങനെയാണോ എന്ന് കുറേ ന്യായീകരണങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് കേൾക്കാം എന്നുള്ളതാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് സംസാരിക്കുമായിരുന്നു. ഈ ഡോക്ടറോട് സംസാരിക്കുന്ന സമയത്ത് ഒരു 3.5 കിലോ ഉള്ള ഒരു മുഴ യൂട്രസിൽ നിന്നും എടുത്ത് മാറ്റുന്ന സമയത്ത് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരിക്കുന്ന ഡോക്ടർമാർ നഴ്സുമാർക്ക് ധാരണയുണ്ടാവും. കാരണം രക്തം കൊണ്ട് കുളിച്ചിട്ടുണ്ടാവും ആ ഏരിയ മുഴുവൻ, ആ ചെയ്യുന്ന സ്ഥലം മുഴുവൻ. അപ്പോൾ വയറാണെങ്കിൽ വയറിൻ്റെ ഭാഗം മുഴുവൻ രക്തമാണ്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് രക്തം വരും. അപ്പോൾ സ്ഥലത്ത് എന്താ ചെയ്യുക, ചില സ്ഥലത്ത് പഞ്ഞി, ചില സമയത്ത് സ്ഥലത്ത് സ്പോഞ്ച്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറ്റി വെച്ചത് അടക്കിയാണ് ചെയ്യുക രക്തം വരുന്ന ഭാഗം എന്ന് പറയുന്നത്. വളരെ രക്തം കൊണ്ട് മയം ആയിരിക്കും എന്നുള്ളതാണ്. ആ സ്ഥലത്താണ് ഈ പറയുന്ന കത്രികയായാലും ഈ പറയുന്ന എന്താണോ എക്യുപ്മെൻറ്റ്സ്, ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് എന്താണോ അത് എണ്ണി തിട്ടപ്പെടുത്തിയെടുക്കുന്നത്. ആ 10 എക്യുപ്മെൻ്റാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കാനുണ്ടെങ്കിൽ അത് എണ്ണി തിട്ടപ്പെടുത്തിയ ഒരു നേഴ്സ് ഈ പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറുടെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ തിരിച്ച് തുന്നിച്ചേർക്കുന്നതിന് മുൻപായിട്ട് ഈ പറയുന്ന എക്യുപ്മെൻറ്റുകളെല്ലാം തിരിച്ചെണ്ണും. ഈ 10 എണ്ണം തന്നത് തന്നെയാണോ, 10 എണ്ണം തിരിച്ച് എത്തിയിട്ടുണ്ടോ എന്ന്. ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, വേറൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലില്ല. പിന്നെ അതിലുള്ള ഓപ്ഷൻ എന്താണ്, ഇത് ബാർകോഡ് സംവിധാനമായി. ഇപ്പം ഈ ബാർകോഡ് സംവിധാനം എന്ന് പറഞ്ഞാൽ ഓരോ എടുക്കുന്ന എക്യുപ്മെൻ്റ് എല്ലാം, ഇപ്പോൾ സ്പോഞ്ചാണ്, ഈ സ്പോഞ്ചിന് മേലെ ബാർകോഡ് ഒട്ടിക്കും, ഈ പറഞ്ഞ എക്യുപ്മെൻറ്റുകളുടെ മേലെ എല്ലാം ബാർകോഡ് ഒട്ടിക്കും. എന്നിട്ട് അത് ഈ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ട് സെർച്ച് ചെയ്യും. എന്നിട്ട് സെർച്ച് ചെയ്തിട്ട് ആ ഇതെടുക്കുന്ന, അപ്പം ഏതെങ്കിലും ഒരു ബാർകോഡ് ഒട്ടിച്ച എക്യുപ്മെൻറ്റ് ഈ വയറിനകത്തുണ്ടെങ്കിൽ ഈ പറയുന്ന സൗണ്ട് ഉണ്ടാക്കും, ഈ മെഷീൻ സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ അത് തപ്പി എടുക്കുകയാണ് ചെയ്യുക. അല്ലാതെ ഇതിൻ്റെ ഏതാണ് ഓർഗൻ, ഏതാണ് അവയവം, ഏതാണ് പഞ്ഞി എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയല്ല
ഈ പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന അവസ്ഥേൻ്റെ ഉള്ളിലുള്ളത്. അതൊരു ഡോക്ടർക്ക് മനസ്സിലായാലും അതൊരു നേഴ്സിന് പറഞ്ഞാലും മനസ്സിലാവും. സാധാരണക്കാരനായ ജനങ്ങളെക്കുറിച്ചിട്ട് അത് പറഞ്ഞാൽ മനസ്സിലായിക്കോണമെന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അതിനകത്ത് പെട്ടുപോയാൽ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെയും നമ്മുടെ ശരാശരി ഫിനാൻഷ്യലി വലിയ കപ്പാസിറ്റി ഇല്ലാത്ത ഹോസ്പിറ്റലുകളിലൊക്കെ നടക്കുന്ന ഓപ്പറേഷൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഇന്നത്തെ ടെക്നോളജിക്ക് അനുസരിച്ചുള്ള സ്കാനിങ് മെഷീനുകളില്ല, ഇന്നത്തെ ടെക്നോളജിക്ക് അനുസരിച്ചിട്ടുള്ള ഈ ബാർകോഡ് സംവിധാനങ്ങൾ ചെയ്യുന്ന മെഷീൻസ് ഇല്ല. അതുപോലെ തന്നെ അതിനേക്കാളും പരിമിതിയായിട്ട് 1-2 നേഴ്സുകൾ മാത്രമേ ഉണ്ടാവുക ഈ പറയുന്ന ഹോസ്പിറ്റലുകളിൽ. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുടെ നിങ്ങൾ പറഞ്ഞല്ലോ 12 കോടി ആൾക്കാർ വരുന്ന ഒരു ഹോസ്പിറ്റലിൽ എത്ര നേഴ്സുമാരുണ്ട്, എത്ര ഡോക്ടർമാരുണ്ട്? നിങ്ങൾ പല മെഡിക്കൽ കോളേജുകളും പോയി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വളരെ ജൂനിയറായ ഡോക്ടർമാരാകാൻ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇതിൻ്റെ 80% പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. 80% നേഴ്സിംഗ് വിദ്യാർത്ഥികളാണ് 80%. സർക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്കെല്ലാം നേഴ്സിംഗ് കോളേജുകളുണ്ട്. 2 വർഷം പഠിപ്പിച്ച് കഴിഞ്ഞാൽ ആ കുട്ടികളെ നേരെ എടുത്ത് ഈ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് വിടും. പിന്നെ പണിയെടുക്കുന്നത് മുഴുവൻ ഈ 2 വർഷം 3 വർഷം കഴിഞ്ഞ കുട്ടികളാണ്. അവരോട് പറയുന്നത് എന്താ പറയുക, നീ 3 വർഷം ഇൻറ്റേൺഷിപ്പ് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് എഴുതി എഗ്രിമെൻറ്റ് മേടിച്ച് കയ്യിൽ വെച്ചിട്ടാണ് ഈ ഹോസ്പിറ്റലുകൾ ഈ പറയുന്ന നേഴ്സിംഗ് കോളേജുകൾ നടത്തുന്നത്. എന്നിട്ട് പറയും ഇതുങ്ങളെ ഉപയോഗിക്കുകയാണ്. ഇതിന് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, എത്ര എക്സ്പീരിയൻസ് ഇല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാത്രം 12 കോടി വരുന്നത്. അതിൻ്റെ 5 ഇരട്ടി ഉണ്ട് കേരളത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ 5 ഇരട്ടി പ്രൈവറ്റ് ഹോസ്പിറ്റലുള്ള കേരളത്തിൽ എത്ര പേരപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ചികിത്സ തേടി വരുന്നുണ്ടാവും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇതിനെ കൈകാര്യം ചെയ്യാനുള്ള ആരോഗ്യ മേഖലയിലുള്ള സ്ട്രെങ്ത് നമുക്കുണ്ടോ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പം നേരത്തെ ഈ ഡോക്ടർ ലളിതാംബിക പറഞ്ഞല്ലോ, നിങ്ങൾ 5 വർഷം ഇതിൻ്റെ അകത്തിരുന്നാൽ കുറ്റമില്ല എന്ന് പറയുന്ന സമയത്ത് ലളിതാംബയ്ക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അവിടെ ഒരു സ്കാനിങ് മെഷീൻ വെച്ച് കൊടുക്കണം. അവിടെ ഈ പറഞ്ഞ QR കോഡ് ഐഡൻറ്റിഫിക്കേഷൻ മെഷീൻ വെച്ച് കൊടുക്കണം. അത് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഡോക്ടറും അത് പറയില്ല. ഒരു ഡോക്ടറെയും നിങ്ങൾ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞ ഒരു കാര്യമില്ല. കാരണം അത് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് ഒരു ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് പോയി നിന്നാൽ മനസ്സിലാവും എന്താണ് അവിടെ നടക്കുന്നത്. 90-80% ആൾക്കാരും അത് കാണുന്നില്ലല്ലോ. ഓപ്പറേഷൻ ചെയ്യുന്നവൻ ബോധം കെട്ട് കിടക്കുകയാണ്, ഓപ്പറേഷൻ നിൽക്കുന്നവൻ ബോധം കെട്ട്. അറിയുന്ന ഈ നേഴ്സും ഈ പറഞ്ഞ ഡോക്ടർമാർ അവർക്ക് അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ട്. ഞാനിത് പറയുമ്പം കേരളത്തിലുള്ള ഡോക്ടർമാരുടെയും നേഴ്സുമാർക്കും ഇതാണ് സത്യാവസ്ഥ എന്നറിയാം. പക്ഷെ അത് ആര് കേരളത്തിലെ ജനങ്ങളോട് പറയും? ഇതിങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം. ഒരു എക്സ്റേ സിസ്റ്റം, ഞാനൊരു പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർക്ക് ഒരു സംശയം, ഇതിൻ്റെ അകത്തൊരു എക്യുപ്മെൻ്റ് ഉണ്ടോ? കാരണം എണ്ണം തെറ്റിപ്പോയി. 15 എക്യുപ്മെൻ്റാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. എണ്ണം തെറ്റിപ്പോയപ്പോൾ ഇത് ഈ തുന്നിച്ചേർക്കുന്നതിന് മുൻപ് ഡോക്ടർക്ക് ഒരു സംശയം, ഇതിൻ്റെ അകത്ത് ഒരു എക്യുപ്മെൻ്റ് ഉണ്ടോ എന്നുള്ളത്. എക്സ്റേ ഇരിക്കുന്നത് 7ാമത്തെ നിലയിലാണ്, ഓപ്പറേഷൻ നടക്കുന്നത് 1ാമത്തെ നിലയിലാണ്. ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഈ ആളെ 7ാമത്തെ നിലയിലേക്ക് കൊണ്ടുപോകാൻ ഓപ്ഷൻസ് ഇല്ല. ഇത് മുൻപ് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ സർജറി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും പോലെ അല്ല, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രക്തക്കുളമാണ് അവിടെ. ഏതാണെന്ന് പോലും അറിയില്ല. അവയവങ്ങൾ പോലും അവർ ഇപ്പോൾ കാര്യം ഈ BP-യുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഒരു സംസാരിക്കുമ്പോൾ ഇന്ന് കരുതി BP ഉണ്ടെന്നല്ല, BP-യുടെ കാര്യമായിട്ട് സംസാരിക്കാൻ പോയ സന്ദർഭത്തിലാണ് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടായിരുന്ന വ്യക്തിയായിട്ട് സംസാരിക്കാൻ വന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു വാചകമാണ്. അതായത് അവരുടെയൊക്കെ BP ഹൈ ആയി നിൽക്കുന്ന ഒരു സമയമുണ്ട്. അതായത് ഈ സർജറി സമയത്ത് നിങ്ങൾ വന്നിട്ട് എൻ്റെ BP ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, 200-ന് മുകളിൽ പോയി നിൽക്കും. കാര്യം ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ രക്തക്കളമാണ്. ആ രക്തക്കളത്തിനകത്ത് വെച്ചാണ് അവർ മൈന്യൂട്ടായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരു സ്ത്രീയുടെയിലും 3 കിലോ ഉള്ള ഒരു അർബുദ മുഴയാണ് മാറ്റിയത്. അതിനുശേഷം ഇത് സംഭവിച്ചു. അതിന് എങ്ങനെയാണ് ഉപകരണങ്ങൾ മാറ്റുന്നത് ഇതൊന്നും കണ്ടിട്ടില്ലാതെ ചില സ്റ്റുഡിയോ ഫ്ലോറിൽ വന്ന് മേക്കപ്പ് ഇട്ടിരുന്ന ഡയലോഗ് അടിക്കാൻ ഈ നാട്ടിൽ ഏത് പട്ടിക്കുട്ടിയെ കൊണ്ടും പറ്റും. ആ ഒരു അവസ്ഥയാണ് ഈ പറയുന്ന മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ കോൺഗ്രസിന് വേണ്ടി വായ്ത്താരിയിടുന്നവർ ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഒരു പ്രതിസന്ധി നേരിടുന്ന സന്ദർഭത്തിൽ ഒരു ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഇത്തരം തെറ്റുകൾ സംഭവിച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. നമ്മുടെ നാട്ടിൽ ആരോഗ്യമേഖല രാജ്യത്തെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച സംവിധാനമാണ് എന്ന് കരുതിക്കൊണ്ട് ആഗോളതലത്തിൽ നമ്മൾ എല്ലാ കാര്യത്തിലും മുൻപന്തിയിലെന്നല്ല അതിൻ്റെ അർത്ഥം. അവിടെ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ടെക്നോളജികൾ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ആ സന്ദർഭത്തിലും നമുക്ക് ആരോഗ്യ മേഖലയിൽ ഫണ്ട് തരേണ്ടവർ ആ ഫണ്ടുകൾ തരാതെ നമ്മുടെ ആ മേഖല തകരാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യവും നിങ്ങൾ മറന്നുപോകരുത്. കേന്ദ്രത്തിൽ നമ്മുടെ ഫണ്ടുകൾ പലതും തടഞ്ഞു വെച്ചിട്ട് ഈ മേഖലയിൽ നമ്മൾ ചെലവഴിച്ച പണം പോലും കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധി വരുന്ന സന്ദർഭങ്ങളിൽ അത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കില്ല. അപ്പോൾ
ഈ ഒരു വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമേ ഉള്ളൂ. മിസ്റ്റേക്കാണ്, ഗുരുതരമായി സംഭവിക്കാൻ പറ്റാത്ത മിസ്റ്റേക്കാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് നിങ്ങൾക്കിവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ വീഴ്ചകൾ ഇപ്പോൾ ആരോഗ്യമന്ത്രിയെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കുറ്റം പറയുകയോ ഇതിപ്പോൾ സതീശൻ്റെ ഇരുന്നാൽ സംഭവിക്കില്ല എന്നല്ല, ആരിരുന്നാലും സംഭവിക്കും. ചെയ്യുന്നത് ഡോക്ടർമാരാണ്. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നൊരു ചെറിയ പാകപ്പിഴ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങൾ സർവ്വസാധാരണമായി സംഭവിക്കാവുന്ന കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതൊരു വസ്തുതയായിട്ട് ജനം തിരിച്ചറിയാൻ വേണ്ടി നിങ്ങളെ ഒന്ന് ഒരു ആളുടെ പ്രതികരണം കൃത്യം ആപ്റ്റ് ആയതുകൊണ്ട് കേൾപ്പിച്ചുകൊണ്ടേ.